നമസ്കാരം. ഇന്ത്യക്കാരടക്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിരവധി ആരാധകരുള്ള ഒരു സംരംഭകനാണ് എലോൺ മസ്ക്. ശതകോടീശ്വരനാണ് അദ്ദേഹം. ഒരു സംരംഭകൻ എന്ന് പറയുമ്പോൾ വളരെ നോർമലായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ഒരു സംരംഭകനല്ല. ഒരു സംരംഭകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സംരംഭകൻ എന്ന നിലയിൽ അദ്ദേഹം സാധാരണ ആളുകൾ കടന്നു ചെല്ലാത്ത മേഖലകളിലൊക്കെ പോയിട്ടുണ്ട്. ബഹിരാകാശ ഗവേഷണത്തിലും ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കുന്നതിലും സഞ്ചാരികളെ എത്തിക്കുന്നതിലും അന്യഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിലേക്കും അടക്കമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും അത് വാണിജ്യവൽക്കരിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഭാവനാസമ്പന്നനായ ഒരു വ്യവസായിയാണ് എലോൺ മസ്ക്. ഈ എലോൺ മസ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലോൺ മസ്കിനെ കുറിച്ച് ഈ കഴിഞ്ഞ കുറേ നാളുകളായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. എലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരണം അമേരിക്കയിലെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അതങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ട്രംപ് അഡ്മിനിസ്ട്രേഷന് എലോൺ മസ്കിന് വളരെ കാര്യമായ ഒരു സ്ഥാനം ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ എലോൺ മസ്ക് ഒരു വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആ വിവാദം ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനമായ മണിപ്പൂരിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി അവിടെ സംഘർഷം നടക്കുകയാണ്. സത്യത്തിൽ മണിപ്പൂരിലെ സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത് ആ കാലഘട്ടത്തിൽ സമയബന്ധിതമായി ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ആ സംഘർഷം തുടരുന്നത്. ആ സംഘർഷത്തിൽ ചില ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ഡിസംബർ മാസം ആ ബാഹ്യശക്തികളുണ്ട് എന്ന ആരോപണത്തെ ശരിവയ്ക്കുന്ന രീതിയിൽ ചില തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. അത് തെളിവുകൾ മറ്റൊന്നുമല്ല, അതായത് മണിപ്പൂരിൽ സംഘർഷമുണ്ടാക്കുന്ന ചില തീവ്രവാദ സംഘടനകളെ പിടികൂടുകയും അവരിൽ നിന്ന് ഗ്രനേഡും തോക്കും പിസ്റ്റളും വെടിയുണ്ടകളും അടക്കമുള്ള വൻ ആയുധശേഖരം പിടികൂടുകയും ചെയ്തിരുന്നു. പക്ഷേ ആയുധശേഖരത്തോടൊപ്പം ചില ഇൻ്റർനെറ്റ് ഡിവൈസുകളും കൂടി ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. ഈ ഇൻ്റർനെറ്റ് ഡിവൈസുകളെല്ലാം തന്നെ ആൻറ്റിനയും റൂട്ടറും ഒക്കെയാണ്. ഈ ഡിവൈസുകളിലെല്ലാം തന്നെ എലോൺ മസ്കിൻ്റെ കമ്പനിയായ സ്റ്റാർലിങ്കിൻ്റെ ലോഗോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് സർവീസ് എന്ന് പറയുന്നത് ലോകമെമ്പാടും ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഈ സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് സേവനം നൽകുന്നത് ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ടാണ്. ഇതിനു വേണ്ടി നൂറുകണക്കിന് ഉപഗ്രഹങ്ങൾ എലോൺ മസ്കിൻ്റെ കമ്പനി വിക്ഷേപിച്ചിട്ടുണ്ട്. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന നയനമനോഹരമായ കാഴ്ചയൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. ഈ രീതിയിൽ ആകാശത്ത് വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് നൂറുകണക്കിന് ഉപഗ്രഹങ്ങളാണ്, ചെറു ഉപഗ്രഹങ്ങളാണ് സ്റ്റാർലിങ്ക് വിക്ഷേപിച്ചിട്ടുള്ളത്. ഈ ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് ഇൻ്റർനെറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ സ്റ്റാർലിങ്കിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇന്ത്യ ഒരിക്കലും സ്റ്റാർലിങ്കിൽ നിന്നുള്ള സേവനങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ രാജ്യസുരക്ഷയെ മാനിച്ചുകൊണ്ട് ഇന്ത്യ നിരോധിച്ചിട്ടുമുണ്ട്. ഉപഗ്രഹ ഫോണുകളോ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇന്ത്യയിൽ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റാർലിങ്കിൻ്റെ ലോഗോയുള്ള ഇൻ്റർനെറ്റ് ഡിവൈസുകൾ തീവ്രവാദികളിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് വലിയ ആശങ്ക നൽകുന്നതാണ്. കാരണം തീവ്രവാദികൾ ആശയവിനിമയത്തിനായി ഇന്ത്യൻ അധികൃതരിൽ നിന്നും രഹസ്യമായി പ്രവർത്തിക്കാനായി രാജ്യത്തിൻ്റെ സുരക്ഷയെ അപകടപ്പെടുത്താനായി എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കിനെ ഉപയോഗിച്ചോ എന്നൊരു സംശയമാണ് ഈ ലോഗോ പതിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുത്തതിലൂടെ ഇന്ത്യൻ അധികൃതർക്കുണ്ടായിട്ടുള്ളത്. എന്തായാലും അത് പിടിച്ചെടുത്ത സമയത്ത് തന്നെ എലോൺ മസ്ക് ഇത് നിഷേധിച്ചിരുന്നു. ഇത് തെറ്റാണ്, ഇങ്ങനെ ഒരു വാർത്ത അത് തെറ്റാണ്. കാരണം ഞങ്ങൾ അങ്ങനെ ആർക്കും ഈ ഉപഗ്രഹ ഡിവൈസുകൾ നൽകിയിട്ടില്ല. മണിപ്പൂരിൽ സംഘർഷമുണ്ടാക്കുന്നവരുമായി എലോൺ മസ്കിൻ്റെ കമ്പനിക്കോ മറ്റേതെങ്കിലും സംഘടനകൾക്കോ ബന്ധമൊന്നുമില്ല എന്നാണ് എലോൺ മസ്ക് പറഞ്ഞു വെച്ചത്. മാത്രമല്ല ആ സമയം തന്നെ ഇന്ത്യയിലേക്കുള്ള സിഗ്നലുകൾ സ്റ്റാർലിങ്ക് ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് പെട്ടെന്നൊരു അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ മുതിർന്നില്ല. പക്ഷേ ഇപ്പോൾ സ്റ്റാർലിങ്കിനെതിരെ എലോൺ മസ്കിനെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുക തന്നെ ചെയ്യും എന്ന വാർത്ത വരികയാണ്. മാത്രമല്ല അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തയാണ് വരുന്നത്. കാരണം സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മണിപ്പൂരിൽ സ്റ്റാർലിങ്കിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എലോൺ മസ്കും കമ്പനിയും നൽകിയിട്ടുള്ള വിശദീകരണം അത് ഇന്ത്യക്ക് തൃപ്തികരമല്ല എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global,
White Manor near Aatugal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.